തിരുവനന്തപുരത്ത് വെള്ളനാട് ദളിത് സ്ത്രീയെ പറ്റിച്ച മുൻ കോൺഗ്രസ് നേതാവ് സത്യനേശനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നു. ഈ സത്യനേശനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരികയാണ്. പഞ്ചായത്ത് മെമ്പർ ആയിരിക്കെ 17 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച അംഗൻവാടിയിൽ ഒരു വർഷം പോലും കുട്ടികൾക്ക് ഇരിക്കാനായില്ല. കെട്ടിടത്തിന്റെ അടിത്തറ പൊട്ടുകയും ചുവർ വിണ്ടുകീറുകയും ചെയ്തു. സത്യനേശൻ അഴിമതി നടത്തിയെന്ന് വെള്ളനാട് പഞ്ചായത്ത് അംഗം റിപ്പോർട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. TV പ്രസാദുണ്ട് നമുക്കൊപ്പം. TV പ്രസാദ്, ഈ സത്യനേശന്റെ നിർമ്മാണ വിസ്മയം നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. നമ്മളൊരു വീടിന്റെ നിർമ്മാണം ഇന്നലെ കണ്ടു. 4 ലക്ഷം രൂപയിൽ ഒരു 1.5 ലക്ഷം രൂപ അവിടെ പണിയെടുത്ത് ആ വീട് അവർക്ക് താമസിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി. അതിനുശേഷം കൈയൊഴിയുന്നത് കണ്ടു. അംഗൻവാടി കെട്ടിടവും ഇയാളാണോ നിർമ്മിച്ചത്? സത്യനേശന്റെ നിർമ്മിതി ഒന്ന് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. സത്യനേശൻ തന്നെയാണ് ഇതും നിർമ്മിച്ചത്. മറ്റൊരു കാര്യം, ഒരു സസ്പെൻസ് ആയിട്ട് നമുക്ക് പ്രേക്ഷകരോട് പറയാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന 2 വീട് ഉൾപ്പെടെ ഒരു 100 മീറ്റർ ചുറ്റളവിൽ 4 വീടുകളാണ് പണം വാങ്ങി സത്യനേശൻ പറ്റിച്ചതെന്ന വിവരം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം. മറ്റൊരു കാര്യം കൂടി ഉണ്ട് അരുൺ, ഇതെല്ലാം ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അവർക്ക് കിട്ടിയതാണെന്ന് ഓർക്കണം. നമുക്ക് ഈ അംഗനവാടിയുടെ കഥയിലേക്ക് വരാം. ഇതാണ് കാണുന്ന അംഗനവാടി. മുന്നിൽ കണ്ടാൽ നല്ല മനോഹരമാണ്. 17 ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. 2020 ഇതേ സത്യനേശൻ പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പേര് കണ്ടല്ലോ എല്ലാവരും, D സത്യനേശൻ എന്ന് മനോഹരമായി എഴുതിയിരിക്കുന്നു. പേര് സത്യനേശൻ. ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് കാണിച്ചു തരാം. ഇതാണ് അംഗനവാടി. ഈ അംഗനവാടിയുടെ തുടക്കത്തിൽ നമുക്ക് പിന്നെ ഒന്ന് അകത്തേക്ക്. ആദ്യം ഉണ്ടായ സംഭവം ഇതുപോലെ വിണ്ടുകീറി തുടങ്ങുകയാണ് ആദ്യം ചെയ്തത്. ഇതാണ് ഈ കെട്ടിടം. ഇതുപോലെയാണ് വിണ്ടുകീറി തുടങ്ങിയത്. ഇത് കണ്ടാൽ വിചാരിക്കും എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധാരണമായ വിണ്ടുകീറലല്ലേ എന്ന്. പക്ഷെ അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള അസ്ഥിവാരം അപ്പാടെ അങ്ങ് ഇരുന്നുപോയി എന്നതാണ്. ഈ കാണുന്നതിൽ വേറൊരു കൗതുകം കൂടിയുണ്ട്. ഇത് ഇവിടുന്ന് കുട്ടികളെ മാറ്റിയതിന് ശേഷം അവരുടെ ആളുകൾ വന്ന് സിമൻറ്റ് പേസ്റ്റ് ചെയ്തു. ഈ വലിയ വിണ്ടുകീറിയ ഭാഗം മറച്ചു വെക്കാനായിരുന്നു അത്. പക്ഷേ എത്ര പേസ്റ്റ് ചെയ്താലും അരുൺ, ഇത് കണ്ടോ, പേസ്റ്റ് ചെയ്തത് പൂർണ്ണമായി പിന്നീടും പൊട്ടിയിരിക്കുന്നു. അതായത് ഈ കെട്ടിടം ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞു. പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ വന്ന് പരിശോധിച്ച് കുട്ടികളെ ഇവിടെ ഇരുത്താൻ കഴിയില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തു. കുട്ടികൾ അപ്പം തന്നെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. 17 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ കേന്ദ്ര ഫണ്ട്, 5 ലക്ഷം രൂപ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട്, 2 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ. അങ്ങനെ 17 ലക്ഷം രൂപ. നിലവിലുള്ള പഞ്ചായത്ത് അംഗം സുനിത നമ്മോടൊപ്പം ചേരുകയാണ്. സത്യനേശൻ എന്താണ് ഇവിടെ ചെയ്തത്? ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയി വരുന്നതിന് മുന്നെയാണ് ഈ സത്യനേശൻ എന്ന് പറഞ്ഞ ആൾ ഈ 8ാം വാർഡിലെ മെമ്പറായിരുന്നു. 2018 കാലഘട്ടത്താണ് ഇത് ഈ അങ്കണവാടിക്ക് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ അപ്പോഴൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ പ്രവർത്തന രീതികളോ ഇതെങ്ങനെയാണ് പണിയതേന്ന് അറിയില്ല. 2020 ഡിസംബർ 21 ഞാൻ ഈ വാർഡിലെ മെമ്പറായി അധികാരമേറ്റത്. അതിനുശേഷം ഞാനിവിടെ മീറ്റിങ്ങുകൾ വിളിക്കും, ALMS മീറ്റിങ്ങൊക്കെ വിളിച്ചു. അപ്പോൾ കുട്ടികളുടെ രക്ഷകർത്താക്കൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കെട്ടിടത്തിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളെ ഇവിടെ വിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഇവിടെ നോക്കിയപ്പോൾ ഈ വിണ്ട് കീറിയിരിക്കുന്ന ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ കാണാൻ സാധ്യമായത്. അങ്ങനെ ഞാൻ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും, അത് ബിജുകുമാറാണ്, അവർ വന്നു പരിശോധിച്ചു. കമ്മിറ്റി ഒന്നടങ്കം അടിയന്തരമായിട്ട് തീരുമാനമെടുത്തു. കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റി ഒരു വാടക കെട്ടിടത്തിൽ അതെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അടിയന്തരമായിട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വാടക കെട്ടിടം നമ്മൾ നോക്കി അവിടെ സുരക്ഷിതമായിട്ട് കുട്ടികളെ അവിടെ മാറ്റി. പക്ഷേ അതിനുശേഷം പഞ്ചായത്ത് AE ഓവർസിയർ വന്നു. ഇവിടെ ഇവരെ ഫിറ്റ്നസ് കൊടുക്കണമല്ലോ, എന്നാലേ നമുക്ക് അങ്കണവാടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫിറ്റ്നസ് പേപ്പർ നമുക്ക് കിട്ടിയില്ല. ഈ അങ്കണവാടി നമുക്ക് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ സജ്ജമല്ല. അതുകൊണ്ട് ഇത് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ കെട്ടിടം വയ്ക്കാനാണ് അവർ നമുക്ക് നിർദ്ദേശം തന്നത്. അതിനെ കേട്ടല്ലോ അവരുടെ ഈ കുട്ടികളെ ഇപ്പോൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്താണ് ഈ കെട്ടിട നിർമ്മാണത്തിൽ സംഭവിച്ചത്? കെട്ടിട നിർമ്മാണത്തിന് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം ഇവിടെ സാറിന് കാണാൻ പറ്റുമല്ലോ, അടിസ്ഥാനം നല്ല രീതിയിൽ ചെയ്തില്ല. ഫില്ലർ കൊടുത്ത് നല്ല രീതിയിൽ അടിസ്ഥാനം ചെയ്തിരുന്നുവെങ്കിൽ കെട്ടിടം കണ്ടാൽ നല്ല ഭംഗിയായ കെട്ടിടമാണ്. ഈ വീട്ടിൽ ഇവിടെ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട്. എന്താ അവരുടെയൊക്കെ അഭിപ്രായം? അവരുടെയൊക്കെ അഭിപ്രായം
അവിടെ അവരൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ എനിക്കറിയില്ല സാറേ. ഇപ്പോൾ ഞാൻ മെമ്പറായി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? നമുക്ക് അന്വേഷണം നടത്തണം, തീർച്ചയായും അന്വേഷണം നടത്തണം. അത് നിങ്ങളായ രീതിയിലുള്ള അന്വേഷണം നടത്തണം തീർച്ചയായിട്ടും. അരുൺ ഒന്ന് ഇവരോട് സംസാരിക്കാം. അരുൺ, ഈ നമസ്കാരം. ഇതെന്താണ് അവിടെ സംഭവിച്ചത്? ഈ സത്യനേശൻ 17 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച അംഗൻവാടിയിൽ എത്ര നാൾ കുട്ടികൾ ഇരുന്നു? ഏകദേശം 1 വർഷം ഇരുന്നു. അതിനുശേഷം ഈ കെട്ടിടത്തിൽ താമസിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇല്ല. അതെ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അടിയന്തരമായിട്ട് പഞ്ചായത്ത് തന്നെ ഇടപെട്ടു. കുട്ടികളെ മാറ്റാൻ വേണ്ടി ഇവിടെ രക്ഷകർത്താക്കളെയും ബാക്കി ഇവിടെയുള്ള അംഗങ്ങളെയൊക്കെ വിളിച്ചു. നമ്മളൊരു മീറ്റിംഗ് കൂടി അടിയന്തരമായിട്ട് കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായിട്ട് ഒരു കെട്ടിടത്തിലേക്ക്, നമ്മൾ വാടക കെട്ടിടത്തിലേക്ക്. 17 ലക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ എത്ര ലക്ഷത്തിന്റെ പണി അവിടെ എടുത്തു കാണുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു 10 ലക്ഷത്തിനെങ്കിലും പണി എടുത്തു കാണൂ? എനിക്ക് അത്ര കാണൂല എന്നാണ് സാധ്യത എനിക്ക് തോന്നുന്നത്. അതായത് 4 ലക്ഷം രൂപയാണ് നമ്മൾ ലൈഫ് പദ്ധതിയിൽ വീടുകൾക്ക് കൊടുക്കുന്നത്. അവർ തന്നെ നല്ല രീതിയിൽ വീടുകളൊക്കെ ഒരുവിധം മീഡിയം രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ഈ സത്യനേശൻ ഇങ്ങനെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, ഈ സർക്കാർ ഫണ്ട്, പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന കക്ഷിയാണോ? പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ മെമ്പറായിരുന്നപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോഴാണ് അത് കൂടുതലായിട്ട് നിങ്ങളെ ചാനലിൽ നിന്ന് വാർത്തയൊക്കെ വന്നതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തു പറയാൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരുപാട് വീടുകളൊക്കെ പുള്ളി ഇങ്ങനെ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇത് 17 ലക്ഷത്തിൽ ഒരു 5 ലക്ഷമെങ്കിലും അതിനകത്ത് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്നുള്ളതാണ്. താങ്ക് യു പ്രസാദേ, കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സത്യനേശനുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ദേഷ്യത്തിൽ അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. നമ്മളിപ്പോഴും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും അദ്ദേഹം അവൈലബിൾ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പഞ്ചവടി പാലത്തെ തോൽപ്പിക്കുന്ന കഥയാണ് നമുക്കിവിടെ നിന്നും പറയാനുള്ളത് അല്ലേ ടി വി പ്രസാദ്? ഈ മൊത്തം കൂടി ഒരു 19 ലക്ഷം രൂപയുടെ പണി ഈ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന സമയത്ത് അവിടെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ടി വി പ്രസാദ്? പല വീടുകളും അംഗൻവാടിയും അടക്കം. കേൾക്കാം അരുൺ. അതെ അരുൺ, വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നലെ സത്യനേശൻ നമ്മൾ അവിടുന്ന് PCR വിളിച്ചപ്പോൾ പറഞ്ഞു പ്രദേശവാസികളോട് അന്വേഷിക്കണമെന്ന്. നമ്മൾ അന്വേഷിക്കാനൊന്നും നിന്നില്ല. ഇന്ന് രാവിലെ അംഗനവാടി എടുക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ സത്യനേശൻ ഒരു കുടുംബം തകർത്തു എന്നാണ് ഇവർ പറഞ്ഞത്. 7 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടുപോയി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവരുടെ കയ്യിൽ ഒരു തെളിവുകളുമില്ല. പക്ഷെ തെളിവുകൾ ഇല്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? എൻ്റെ ഭാര്യയിൽ നിന്ന് 7 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് 1 വർഷം വരെ കൊണ്ടു കിടന്നു. പിന്നെ എൻ്റെ വീട് 2 തവണ ജപ്തി ചെയ്ത് ഞാൻ അതിലൊക്കെ പിടിച്ചു വന്നു. ഇപ്പം മക്കൾ അന്വേഷിക്കുന്നില്ല, ഭാര്യ സുഖമല്ല കിടക്കുകയാണ്. മക്കൾ ആദ്യം തിരിഞ്ഞു നോക്കുന്നില്ല. മക്കൾ പറഞ്ഞ് എന്തിനെടുത്ത് ആക്ക് കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. അരുൺ, ഇത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പേരെന്തേട്ടാ? ജോർജിന്റെ കാര്യം മാത്രമല്ല, ഇവിടെ പ്രദേശത്ത് ഒരുപാട് വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഇവരെല്ലാവരും മത്സരിച്ചത് നമുക്ക് കാണിച്ചു തരികയാണ്. പുള്ളി ചെയ്തത് ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ജോർജിൻ്റേതുൾപ്പെടെ നമ്മൾ പറഞ്ഞ പഞ്ചായത്ത് വഴി വന്ന വീടുകളിലേക്കെല്ലാം ഈ സത്യനേശൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രീതികൾ മാറിയിട്ടുണ്ട് എന്നതാണ്. അവിടെയെല്ലാം വലിയ രീതിയിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്ത വിധം പലരും കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അരുൺ, ഒരു പഞ്ചായത്ത് മെമ്പർ ആ പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ അവരുടേതായ രീതിയിൽ ഉപയോഗിച്ച് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടെങ്കിൽ അരുൺ, ഉറപ്പായും നമ്മളതിനെ പിന്തുടരണം. ഇതിൻ്റെ പിറകെ നമ്മളുണ്ട് എന്നത് തന്നെയാണ് അരുൺ. തീർച്ചയായിട്ടും നമ്മളതിന് പിന്നിൽ തന്നെ ഉണ്ടാവും. പേര് സത്യനേശൻ, മുൻ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്, പഞ്ചായത്ത് മെമ്പറാണ്, കോൺട്രാക്ടർ കൂടിയാണ്. പഞ്ചവടി പാലമൊക്കെ സത്യനേശൻ്റെ മുൻപിൽ എന്ത്?